സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്കിങ്ങനെ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് ഒരവസരം കൂടെ തന്നതിനായി എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ഇന്ന് എന്താണ് ദൈവം ചിന്തിക്കേണ്ടത് എന്ന മനസ്സിലൂടെ കഴിഞ്ഞ ദിവസം കടന്നുപോയപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്ന ദൈവവചന പഠനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പതിവായി തിരുവചന പഠനത്തിന് കടന്നു വരുന്നവർക്കറിയാം, കൊലോസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഏതാനും വ്യക്തികളുടെ പേരുകളാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായി പേരുകളൊക്കെ നാം വായിച്ച് മുമ്പോട്ട് പോകാറാണുള്ളത്. അതിലെന്താണ് ഇത്രമാത്രം വലിയ പ്രാധാന്യമെന്ന് ചിന്തിക്കും. കർത്താവിന് വേണ്ടി ഉപയുക്തരായി തീർന്ന പല വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആ ഭാഗത്തു നിന്ന് ഒരു വ്യക്തി ഈ ആഴ്ച അല്ലെങ്കിൽ ഇന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒനേസിമോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് 4-ാം അധ്യായം 9-ാം വാക്യം, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിലെ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ വ്യക്തിയെ കുറിച്ചുള്ള വിവരണവും ചരിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്ന ഫിലമോന്റെ പുസ്തകം കഴിഞ്ഞ ദിവസം വായിക്കുവാൻ എനിക്ക് സാധിച്ചു. എന്നാൽ ഞാനിന്ന് പ്രസ്താവിക്കുവാനായിട്ട് പോകുന്നത് ഒനേസിമോസിനെ കുറിച്ചല്ല. ഒനേസിമോസ് ജീവിച്ച ജീവിത സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ താനായിരുന്ന ഒരു ഭവനമുണ്ട് കൊലോസ്യ പട്ടണത്തിൽ. ആ ഭവനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിലെ കുടുംബനാഥനെ കുറിച്ച് ഒരല്പസമയം ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ആരും കൊലോസ്യ ലേഖനം എടുത്തു വെക്കേണ്ട. ഫിലമോന്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒനേസിമോസ് എന്ന് പറയുന്ന അടിമ ജീവിച്ച് നിലകൊണ്ട ഒരു യജമാനനാണ് ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തി. ഫിലമോൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉള്ളതായിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ക്രിസ്തീയ ജീവിതത്തിനും വളരെ അനുഗ്രഹമായിരിക്കും എന്ന് ദൈവാത്മാവ് എന്നോട് കൃത്യമായി സംസാരിച്ചത് കൊണ്ടാണ് ആ ഭാഗം തിരഞ്ഞെടുത്തത്. ഫിലമോന്റെ പുസ്തകത്തിലെ പ്രത്യേക ഒരു വാക്യം ഞാൻ അതിനെ ആസ്പദമായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. ഫിലേമോൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ വ്യക്തിയാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത്. ആരാണ് ഈ വ്യക്തി എന്ന് ചോദിച്ചാൽ, അദ്ദേഹം എവിടെയാണ് ജീവിച്ചെന്ന് ചോദിച്ചാൽ വ്യക്തമായിരിക്കുന്ന ചരിത്ര രേഖകൾ വേദപുസ്തകത്തിന് നൽകുവാനായിട്ടുണ്ട്. ഇദ്ദേഹം കൊലോസ്യ പട്ടണത്തിലാണ് ജീവിച്ചിരുന്നത്. കൊലോസ്യ പട്ടണത്തിലെ അതിസമ്പന്നന്മാരുടെ കൂട്ടത്തിൽ ഒരു സമ്പന്നനായ വ്യക്തിയായിരുന്നു ഫിലേമോൻ. അദ്ദേഹത്തിന് ധാരാളം അടിമകൾ തന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. അടിമകളുടെ ഉടയവനായിരുന്നു ഫിലേമോൻ എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുന്നു. അടിമത്വത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിലാണ് കൊലോസ്യ ലേഖനവും ഫിലമോന്റെ ലേഖനവും അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ലേഖനങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടത് എന്നുള്ളത് നമുക്കറിയാം. റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ റോമാ സാമ്രാജ്യം വളർച്ച പ്രാപിക്കുവാൻ കഴിയുന്ന അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് സുവിശേഷത്തിന്റെ വ്യാപനവും ദൈവസഭയുടെ രൂപീകരണവും ഒക്കെ ഉണ്ടായത് എന്നുള്ളതും ചരിത്ര വസ്തുതകളായിട്ട് യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഏകദേശം 12 കോടിയിലധികം ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അത് ദുഃഖകരമായിരിക്കുന്ന വസ്തുത എന്നുള്ളത് ഈ 12 കോടിയിലധികം ജനങ്ങൾ ഉള്ളപ്പോഴും അതിൽ 6 കോടിയിലധികം ജനങ്ങൾ അടിമകളായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം പകുതി ജനങ്ങളും അവിടുത്തെ സമ്പന്ന വർഗത്തിന് ചൂഷണം ചെയ്യുവാനുള്ള ഉപകരണമായി നിലകൊണ്ട ഒരു കാലഘട്ടത്തിൽ
സുവിശേഷം വളരെ ശക്തിയോടുകൂടെ വ്യാപിക്കുവാൻ ഇടയായി. അനവധി അടിമകൾ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. ജീവിതത്തിൽ ശാരീരികമായും ഭൗതികമായും സ്വാതന്ത്ര്യമില്ലാത്തവരെങ്കിലും ആത്മാവിൽ അവർ സ്വാതന്ത്ര്യമുള്ളവരായി കർത്താവിനെ കൊള്ളാകുന്നവരായി നിലകൊണ്ട ചരിത്രം വേദപുസ്തകം നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒനേസിമോസ് എന്ന് പറയുന്ന ഒരടിമ ഫിലോമോനും ഉണ്ടായിരുന്നു. ഒരടിമയല്ല, ധാരാളം അടിമകൾ തനിക്കുണ്ടായിരുന്നു. എന്നാൽ ഈ പുസ്തകത്തിൽ ഒനേസിമോസ് എന്ന് പറയുന്ന അടിമയെ കുറിച്ച് പറയുവാനുള്ളതായിരിക്കുന്ന കാരണം, ഫിലോമോന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ തന്റെ യജമാനന്റെ വിലയേറിയ ഏതോ സംഗതികൾ അപഹരിച്ചു, അത് നിമിത്തം താൻ പിടിക്കപ്പെട്ടു, റോമൻ കാരാഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ റോമൻ അധികാരികളുടെ കരങ്ങളിൽ താൻ പിടിപെടുവാനിടയായി. അങ്ങനെ ജയിലറയിൽ കിടക്കുമ്പോൾ കർത്താവിന്റെ ശ്രേഷ്ഠനായി ദാസനായിരിക്കുന്ന പൗലോസിലൂടെ സുവിശേഷം കേൾക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിപ്പാനും പ്രയോജനം ഇല്ലാത്തവൻ എന്ന് മുദ്രചാർത്തപ്പെട്ടവൻ എങ്കിലും പ്രയോജനമുള്ളവനായി കർത്താവ് ഈ വ്യക്തിയെ എടുത്തുപയോഗിക്കുവാൻ ഇടയായി. ഫിലോമോൻ മാത്രമല്ല, പൗലോസിനും ഈ വ്യക്തി പ്രയോജനമുള്ളവനായി തീർന്നു. പിന്നീട് ചരിത്രം പറയുന്നത് കൊലോസ്യ സഭയ്ക്കും ഈ ഒനേസിമോസ് എന്ന അടിമ വളരെ പ്രയോജനമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഫിലേമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതല്ല അതിന്റെ യാഥാർത്ഥ്യം. ഒന്നാം ഫിലേമോന്റെ അധ്യായത്തിൽ ഒരു അധ്യായമേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ വാക്യങ്ങൾ, 25 വാക്യങ്ങളേ ഉള്ളൂ. എന്നാൽ അതിന്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഫിലേമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. പിന്നെയോ അവിടെ പരാമർശിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. ഒന്ന് ഫിലേമോൻ, രണ്ട് ഒരു സഹോദരി അപ്പിയ. ഈ അപ്പിയ എന്ന് പറയുന്ന സഹോദരി ഫിലേമോന്റെ ഭാര്യയായിരുന്നു എന്നാണ് വേദപുസ്തക പഠിതാക്കൾ പറയുന്നത്. അത് മാത്രമല്ല, അവിടെ മറ്റൊരു വ്യക്തിയെ കുറിച്ചും പറയുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞങ്ങളുടെ സഹപഠനായിരിക്കുന്ന അർക്കിപ്പോസ്. ഈ അർക്കിപ്പോസ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒട്ടുമിക്ക ആളുകളും കൊലോസ്യ സഭയുടെ ചരിത്രം വിശകലനം ചെയ്തിട്ടുള്ളവരും പറഞ്ഞിരിക്കുന്നത് ഈ ഫിലേമോന്റെയും അപ്പിയയുടെയും മകനായിരുന്നു അർക്കിപ്പോസ് എന്നാണ്. ഏതായാലും തന്റെ മകനും കർത്താവിന്റെ ശുശ്രൂഷയിൽ വളരെയധികം പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു കുടുംബമായിട്ട് ഫിലേമോന്റെ കുടുംബത്തെ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ്. ഈ ഫിലേമോന്റെ ജീവിതം നമുക്കെല്ലാവർക്കും നല്ല ഒരു പാഠമാണ്. ഈ ഒനേസിമോസിലൂടെയും ചില വസ്തുതകളെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷം മൂലം രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു പാപിയും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളത് വളരെ അർത്ഥവത്തായ നിലയിൽ ഒനേസിമോസ് എന്ന വ്യക്തിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അത് മാത്രമല്ല, വായിക്കപ്പെടാത്ത ഒരു പാപവും ദൈവത്തിന് മുൻപാകെ ഇല്ല എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യവും ഈ ഒനേസിമോസ് നമ്മെ വിളിച്ചറിയിക്കുന്നു. അപ്പോൾ പാപത്തിന്റെ പരിഹാരം സുവിശേഷത്താൽ ഉണ്ട്. മായ്ക്കപ്പെടാത്ത ഒരു പാപവും ദൈവത്തിന്റെ മുൻപിലില്ല. അതുകൊണ്ടാണല്ലോ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ സകല പാപവും, നമ്മിലുള്ള സകല കന്മഷവും നീക്കി നമ്മെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായിരിക്കുന്ന പുണ്യാഹ രക്തം ഒനേസിമോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെയും ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവൻ ഒളിച്ചോടിയ ഒരു വ്യക്തിയാണ്, ഒരു അടിമയാണ്. ഒരു അടിമ ഒളിച്ചോടിക്കഴിഞ്ഞാൽ വ്യക്തിക്ക് റോമൻ നിയമം അനുസരിച്ച് നൽകപ്പെടാറുള്ള ശിക്ഷ എന്നുള്ളത് ക്രൂശീകരണമാണ്. പക്ഷേ ഈ ഫിലേമോൻ എന്ന് പറഞ്ഞ വ്യക്തി ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവനും, അത് മാത്രമല്ല ഒനേസിമോസ് തടവറയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചത് കൊണ്ടും ഈ വലിയ ശിക്ഷാവിധിയിൽ നിന്ന് ഒനേസിമോസിന് സ്വാതന്ത്ര്യമുള്ളവനായി തീരുവാൻ ദൈവം സംഗതിയാക്കി. ഇനി അല്പം മയമുള്ള അല്ലെങ്കിൽ അല്പം ഹൃദയത്തിൽ എന്തെങ്കിലും സ്നേഹത്തിന്റെ ലാഞ്ചനയുള്ള യജമാനന്മാരാണെങ്കിൽ അവർ ചെയ്യാറുള്ളത് കൊന്നുകളയാതെ വണ്ണം ഓടിപ്പോയവനെന്ന് നെറ്റിയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് മുദ്രയടിച്ചതിന് ശേഷം കൈമേൽ ഒരു ചങ്ങലയിട്ട് ജീവിതകാലം മുഴുവൻ അവനെ വളരെ ഘോരമായി ശിക്ഷിച്ച് കീഴിൽ അടിച്ചമർത്തപ്പെട്ടവനായി ജീവിക്കത്തക്ക നിലയിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവം റോമൻ നിയമമനുസരിച്ച് അന്നുള്ള ആളുകളുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഈ ഒനേസിമോസിന്
ഈ നിലയിലുള്ള ഒരു ശിക്ഷാവിധിയും ഏൽക്കേണ്ടി വന്നില്ല. ക്രൂശീകരണത്തിന് വിധേയരാകേണ്ടി വന്നില്ല. രണ്ടാമത് ഓടിപ്പോയവൻ എന്നുള്ളതായിരിക്കുന്ന ആ മുദ്ര, ആ ചുട്ടുപഴുത്ത ലോക കഷ്ണങ്ങളാൽ അടിക്കപ്പെടേണ്ടി വന്നില്ല. പിന്നെയോ അവനെ ഹൃദയതയോടെ സ്വീകരിക്കുന്ന നല്ല ഒരു യജമാനായി ഫിലോമോനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഫിലോമോൻ എന്നുള്ളതായിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, അവന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ തുളുമ്പുന്ന ഒരു ജീവിതമായിരുന്നു ഫിലോമോന്റേത് എന്നുള്ളത് വേദപുസ്തകം നമ്മോട് പറയുന്നു. അതായത് ദൈവസ്നേഹം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഫിലോമോനെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് തൻ്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ദൈവ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫിലോമോൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ആ രണ്ടാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അവിടെ ഒരു ഫിലോമോന്റെ ദിവ്യമായിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവന്റെ ഭവനം ദൈവ മക്കൾക്കായി അല്ലെങ്കിൽ ദൈവ സഭയ്ക്കായി തുറന്നു കൊടുത്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണത്. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ പ്രത്യേക അന്നത്തെ സാഹചര്യം ഒന്ന് വ്യക്തമായി മനസ്സിലാക്കണം. വേദപുസ്തകത്തിന്റെ ചരിത്രം അനുസരിച്ച് 3-ാം നൂറ്റാണ്ട് വരെ ഈ നിലയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൂടി വരുന്നത് പോലെ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു സ്ഥലത്ത് കൂടി വരത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അനവധി വെല്ലുവിളികളിലൂടെയാണ് സുവിശേഷം ജൈത്രയാത്ര ചെയ്ത് മുന്നേറിയത്. ദൈവസഭകൾ എണ്ണത്തിൽ പെരുകിയെങ്കിലും കൂടുവാൻ തക്ക ഇടങ്ങൾ ഉണ്ടായിരുന്നില്ല. ദൈവമക്കളെ സമൂഹം അംഗീകരിച്ചിരുന്നില്ല. ദൈവ മക്കളെ ഉച്ചത്തോടുകൂടെ നീചഭാവത്തോടുകൂടെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങിങ്ങായി ദൈവമക്കൾ ചിലരുടെ ഭവനങ്ങൾ ഒരുമിച്ച് കൂടുവാനായിട്ട് തുറന്നിരുന്നു എന്നുള്ളത് വേദപുസ്തക ചരിത്രത്തിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ആണ്. പ്രിയമുള്ളവരെ, ആ നിലയിൽ ഫിലോമോന്റെ ഭവനവും ദൈവമക്കൾക്ക് കൂടത്തക്ക നിലയിൽ, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു ധനികനായ മനുഷ്യനായിരുന്നു. അനവധി ആളുകൾക്ക് ഒരുമിച്ച് കൂടത്തക്ക നിലയിലുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ നൽകത്തക്ക നിലയിൽ പ്രാപ്തമായിരുന്ന ഒരു കുടുംബമായിരുന്നു അല്ലെങ്കിൽ ഒരു വീടായിരുന്നു ഫിലോമോന്റേത് എന്നുള്ളത് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ നമ്മൾ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഭവനവും ആ നിലയിൽ അവർക്കും വീട്ടിലൊരു സഭയുണ്ടായിരുന്നു എന്ന് നാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും അവരുടെ ഭവനം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു. കൊലോസ്യ ലേഖനത്തിൽ നുംഫെ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ കുറിച്ച് പരാമർശിക്കപ്പെടുമ്പോൾ അവിടെയും പറയുന്നു നുംഫയ്ക്ക് വീട്ടിൽ ഒരു സഭയുണ്ടായിരുന്നു. അങ്ങനെ വേദപുസ്തകത്തിൽ വീട്ടിൽ കൂടിയിരുന്ന ധാരാളം കൂടിവരവുകളെ കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, 3-ാം നൂറ്റാണ്ടിലേക്കോ 2-ാം നൂറ്റാണ്ടിലേക്കോ ഒന്നും പോകണ്ട. കേരളത്തിൽ വേർപെട്ട സമൂഹം ഒരുമിച്ച് കൂടി ആരാധിച്ചു വന്ന് ഇന്നിതുപോലുള്ള മനോഹരമായിരിക്കുന്ന ഹോളുകൾ രൂപീകരിക്കപ്പെട്ടു എങ്കിൽ അതിന്റെ പിൻപിൽ ചില ഭവനങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ട്. തുറക്കപ്പെട്ട ചില വാതിലുകളുണ്ട്. പരിമിതികളുടെ മധ്യത്തിൽ, ഇല്ലായ്മകളുടെ മധ്യത്തിൽ, 4 ചുവരുകൾ വേണ്ടുന്നതിൽ മറച്ച് ഇരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലും ദൈവമക്കൾക്ക് വേണ്ടി അനവധി ഭവനങ്ങൾ തുറന്നു കൊടുത്തു. അനവധി വീടുകൾ സുവിശേഷത്തിന് വേണ്ടി അവരെ വാതിലുകളെ തുറന്നു കൊടുത്തത് നിമിത്തമാണ് ഇതുപോലുള്ള സഭാകൂടിവരവുകൾ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. നമ്മുടെ സഭയ്ക്കും അങ്ങനെ ഒരു പിൻകാല ചരിത്രമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ നിലയിലുള്ള കൂടിവരവുകളാണ് ഇതുപോലെ മനോഹരമായിരിക്കുന്ന കെട്ടിടങ്ങളായി സഭാ ഹോളുകളായി രൂപപ്പെട്ട് ദൈവജനത്തെ ഒരുമിച്ച് കൂടത്തക്ക നിലയിൽ അഭിവൃദ്ധിയുള്ള അനുഗ്രഹീതമായിരിക്കുന്ന സംവിധാനങ്ങളായി മാറ്റപ്പെട്ടത്. നമ്മൾ കരുതും, എന്താ ഫിലോമോൻ തന്റെ വീട് തുറന്നു കൊടുത്ത് എന്താ അതിന് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്? അതിന് ഒന്നാമത് നല്ല തുറന്ന ഒരു മനസ്സ് വേണം. ഒരു ഭവനത്തിന്റെ വാതിൽ തുറക്കപ്പെടണമെങ്കിൽ ആ ഭവനത്തിന് തുറന്ന ഒരു മനസ്സ് വേണം. പ്രിയമുള്ളവരെ, ഫിലോമോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ദീർഘവർഷങ്ങൾ ആ പട്ടണത്തിൽ ഫിലോമോൻ ആ നിലയിൽ തന്റെ ഭവനത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ ബോധത്തോടെ നാം അംഗീകരിച്ചേ മതിയാകുകയുള്ളൂ. എന്ന് മാത്രമല്ല, അവിടെ ദൈവജനം കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീടാകട്ടെ ഒരു സഭയാകട്ടെ കൂടി വരുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടേണ്ടതായിരിക്കുന്ന ചില ആത്മീയ ഫലങ്ങളുണ്ട്. അതേ ഫിലോമോന്റെ ഭവനത്തിൽ നിന്നും ദൈവത്തിന് കൊള്ളാവുന്ന
ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ചില ഫലങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുവാനിടയായി. അതാണ് ആ വീട് ഇന്നും ഓർക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ വീട് ഇന്നും പരാമർശിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഒരു സഭാ കൂടിവരവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായിരിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായിരിക്കേണ്ടുന്ന ചില ഗുണഗണങ്ങളാണ്. അല്ലെങ്കിൽ ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കൂട്ടായ്മയുടെ ശക്തി വെളിപ്പെടുത്തുന്നു. നാം തമ്മിലുള്ള പരസ്പര ആത്മീയ ഐക്യതയുടെ ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഒരു ദൈവസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഫിലെമോന്റെ ഭവനത്തിൽ കൂടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള പരസ്പര കൂട്ടായ്മ, ദൈവമക്കൾ തമ്മിലുള്ള പരസ്പര കൂട്ടായ്മയെ ആ ഭവനം പുറം ലോകത്തോട് വിളിച്ചറിയിച്ചു കൊണ്ടേയിരുന്നു. മറ്റൊരു പ്രത്യേകത എന്നുള്ളത്, ദൈവ സ്നേഹം അവിടെ നിന്ന് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ ഭവനം പുറമേയുള്ളവർക്ക് ദൈവസ്നേഹത്തിന്റെ മഹത്വത്തെ വിളിച്ചോതി. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു കൂടിവരവ് എന്ന് പറഞ്ഞാൽ അത് ദൈവിക സന്തോഷത്തിന്റെ പ്രദർശന സ്ഥലമാണ്. ഫിലെമോന്റെ ഭവനത്തിൽ നിന്നും ആ നിലയിലുള്ളതായിരിക്കുന്ന സന്തോഷത്തിൻ്റെതായിരിക്കുന്ന ആത്മീയ ഗീതങ്ങളും സന്തോഷത്തിൻ്റെതായിരിക്കുന്ന വാക്കുകളും ഉയർന്നു കേട്ടിരുന്നു. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ഭവനത്തിൽ നിന്നും ദൈവിക ആശ്വാസവും സമാധാനം ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു നിസ്സാര കാര്യമല്ല. ആ ഭവനം അനവധി ആളുകൾക്ക് വന്ന് കയറിയിറങ്ങി പോകുവാനുള്ള ഒരു താൽക്കാലിക ഇടമായിരുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ അവിടെ ദൈവിക കൂട്ടായ്മ, ദൈവിക സ്നേഹം, ദൈവിക സന്തോഷം, ദൈവിക സമാധാനം എല്ലാം തന്നെ ആ ഭവനത്തിൽ നിന്ന് ഉയരുവാനിടയായി. അപ്പോൾ ഫിലെമോന്റെ ജീവിതത്തിൽ ഒന്നാമത് ഞാൻ പറഞ്ഞു, അവൻ ദൈവ സ്നേഹത്താൽ നിറയപ്പെട്ടവനായിരുന്നു. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവന്റെ വീട് ദൈവജനത്തിനായി, ദൈവനാമ മഹത്വത്തിനായി തുറക്കപ്പെട്ടതായിരുന്നു. പ്രിയമുള്ളവരെ, ഏത് ഭവനവും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തുറക്കപ്പെട്ടിട്ടുണ്ടോ ആ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമാർക്കും കടക്കാരനല്ല. ദൈവം തന്റെ നീതിക്കൊത്തവണ്ണം പ്രതിഫലം നൽകി ആദരിക്കുവാൻ പ്രാപ്തനായതുകൊണ്ട് ആ നിലയിൽ ദൈവം അനുഗ്രഹിച്ച ചരിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അന്ന് ഇങ്ങനെ വീടുകളിൽ കൂടി വരുന്നതിന് പരിമിതികളൊന്നുമില്ലായിരുന്നു. അവിടെ സ്ഥാനമാനത്തിന്റെ പ്രശ്നമില്ല, സമ്പത്തിന്റെ പ്രശ്നമില്ല. ദൈവത്തിന്റെ വചനം നമ്മോട് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ട്. സഭാ കൂടിവരവുള്ള പ്രത്യേകത, അവർ ഒരുമനപ്പെട്ടു, പ്രാർത്ഥന കഴിച്ചു, അവർക്കുള്ളതെല്ലാം പരസ്പരം എന്ത് ചെയ്യുമായിരുന്നു? പങ്കിടുമായിരുന്നു. ആ നിലയിൽ ആത്മീക ഔന്നിത്യത്തിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ദൈവസഭയുടെ ഏറ്റവും സന്തോഷത്തിന്റെ മൂർധന്യതയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഫിലെമോന്റെ ഭവനം അവിടെ തുറക്കപ്പെട്ടത്. ഇന്ന് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇടങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും വീട്ടിലെ സഭ രൂപം കൊള്ളുന്നുണ്ട് പലയിടത്തും. ഇന്നുമുണ്ട് വീട്ടിൽ പലയിടത്തും സഭ. എങ്ങനെയാ വീട്ടിൽ ഇന്ന് സഭ രൂപം കൊള്ളുന്നത്? അന്ന് വീടുകളിൽ സഭാകൂടിവരവ് ഉണ്ടായത് കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആരാധനയുടെയും പ്രദർശന വസ്തുവായിരുന്നു ദൈവസഭകൾ. ഇന്ന് വീട്ടിലെ സഭ എന്ന് പറയുന്നത് എന്താ? ഐക്യത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സ്നേഹം നഷ്ടപ്പെട്ട് എന്താ ചെയ്യുന്നത്? രണ്ടും മൂന്നും കഷണമായി മാറി എന്ത് ചെയ്യാ? ഓരോ വീടുകളിലൊക്കെയാണ് കൂടി വരുന്നത്. അങ്ങനെയല്ല വീട്ടിലെ സഭ സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നത്. അത് നാം പ്രത്യേകം ഓർത്തിരിക്കണം പ്രിയമുള്ളവരെ. ഈ നമ്മുടെ ഇടയിലുണ്ട്, ഞാൻ കാര്യം നമ്മുടെ ഇടയിലേ ഉള്ളൂ ഈ ഒരു പരിപാടി. എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ പൂർവികമായിരിക്കുന്ന ഒരു സഭയെ കുറിച്ച് ഒരു ചരിത്രം കേട്ടു. പെന്തക്കോസ്ത് സഭയെ കുറിച്ച്. ഇവിടെ തൊട്ടടക്കര പാലത്തിനടുത്തുള്ള ഒരു സഭയാണ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇവിടെയുള്ള പല പ്രമുഖരായിരിക്കുന്ന തറവാടികളും കൂടുന്ന ഒരു സഭ. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വീട്ടിലാണ് കൂടുന്നത്. അയ്യോ, നിങ്ങൾ ഇവിടെ അല്ലേ കൂടിക്കൊണ്ടിരുന്നത്? ഇല്ല, അല്പം പ്രശ്നമായി, ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക, വീട്ടിലാ സഭ. ഇത്ര ലജ്ജകരം പ്രിയമുള്ളവരെ. ദൈവനാമമഹത്വത്തിന് വേണ്ടി ദൈവം ആദിമ കാലഘട്ടങ്ങളിൽ ദൈവസഭയെ രൂപീകരിച്ചത് ഈ നിലയിലായിരുന്നില്ല, ഇന്നത്തെ രീതിയെ ആയിരുന്നില്ല. പിന്നെയോ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം. മൂന്നാമത് ഫിലെമോനിൽ കാണുവാനായിട്ട് കഴിയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വസ്തുത എന്നുള്ളത് ആ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ആ അവസാന ഭാഗം മാത്രം ഞാനത് വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ഓർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫിലെമോൻ. എന്തായിരുന്നു പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കാരണം? ഫിലെമോനെ ഓർത്ത്.
അതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ഒരു വ്യക്തിയെ മറക്കാതെ എല്ലായ്പ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ, അതിന്റെ പിൻപിൽ ഒന്നുകിൽ ആ വ്യക്തിയുമായിട്ടുള്ള വലിയ ആഴമേറിയ ബന്ധം ആണ് ആ പ്രാർത്ഥന വെളിപ്പെടുത്തുന്നത്. അതെന്താ അതിന്റെ കാരണം എന്നത് 4 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളാ ഭാഗം ഒന്ന് വായിച്ചു വിടാം, അതേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. അവിടെ ഇങ്ങനെ പറയുന്നത്: കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ഫിലോമോനെ കുറിച്ചുള്ള ചില നല്ല കേൾവികൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആരെ പ്രേരിപ്പിക്കുകയാണ്? പൗലോസിനെ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് ആ നല്ല കേൾവി? സകല വിശുദ്ധന്മാരോടും ഫിലോമോൻ എന്തോ ഉണ്ട്? സ്നേഹമുണ്ട്. 2, അവനിൽ ഒരു വിശ്വാസം ഉണ്ട്. ഈ 2 കാര്യങ്ങളും പൗലോസ് കേട്ടറിഞ്ഞു. അത് കേട്ടറിഞ്ഞ് അന്നു മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കൊലോസ്യ പ്രകടനത്തിനായി ഈ സംഗതി നടക്കുന്നു. ഇനി കൊലോസ്യ സഭയെ കുറിച്ച് നമ്മൾ പഠിച്ചവർക്കറിയാം. ആ കൊലോസ്യ സഭ വളരെ പ്രത്യേകമുള്ള സഭയാണ്. അതുകൊണ്ടാണ് ഈ ലേഖനം തന്നെ പഠനത്തിന് വിധേയമാക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം എടുക്കാം. ഇതേ പരാമർശം ആ സഭയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അപ്പോൾ ഫിലോമോൻ മാത്രമല്ല, ആ സഭയിലുള്ള എല്ലാവരിലും ഈ സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നു. എന്താ വായിക്കുന്നത്? ക്രിസ്തുയേശുവിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം കേട്ടോ. ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കൊലോസ്യ സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണിത്. അവർ പരസ്പരം സ്നേഹിക്കുന്നവരായിരുന്നു. കടിച്ചു കീറുന്നവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. ദൈവസ്നേഹത്തിന്റെ ഒരു വിളനിലമായിരുന്നു കൊലോസ്യ സഭ, ഫിലോമോന്റെ ഭവനം എന്നുള്ളത്. പിന്നെ അടുത്തത്, വിശ്വാസത്തിന്റെ അത്യുച്ചസ്ഥായിയിൽ നിന്ന ഒരു സഭ. വിശ്വാസത്തിന്റെ മേഖലകൾ അവർ വെളിപ്പെടുത്തിയതൊക്കെയും കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾക്ക് പഠിക്കുവാനിടയാൽ ഏതെല്ലാം നിലകളിൽ അവർ വിശ്വാസം വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആ നിലയിൽ ഈ ഫിലോമോനും അതിൽ ഒരംഗമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫിലോമോന്റെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തത്തക്ക നിലയിൽ, അല്ലെ മറ്റുള്ളവർക്ക് ആ കൃപ അനുഭവിച്ചറിയത്തക്ക നിലയിൽ പ്രയോജനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. നമ്മൾ ആ വായിച്ച വാക്യത്തിൽ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്: യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകണം. അതായത് കർത്താവിന് വേണ്ടി ഇത് ഫലമുള്ളതായി തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൊലോസ്യ സഭയെ കുറിച്ചും വായിക്കുന്നുണ്ട്. അവരിൽ നിന്ന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിച്ചു. കൊലോസ്യ സഭ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു സ്ഥലം സഭ ഫലം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സഭയിലുള്ള വ്യക്തികൾ അവരുടെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്ന വിശ്വസ്തതയും വിശ്വാസവും അതോടൊപ്പം തന്നെ പരസ്പരമുള്ളതായിരിക്കുന്ന സ്നേഹവും. തെസ്സലോനിക്ക സഭയെ കുറിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾക്ക് തമ്മിൽ അന്യോന്യം എന്ത് ചെയ്യുന്നു? സ്നേഹം വർദ്ധിച്ചു വരുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സഭാജീവിതത്തിലും ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പരസ്പരമുള്ളതായിരിക്കുന്ന സ്നേഹം, പരസ്പരമുള്ളതായിരിക്കുന്ന സഹകരണം, വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവൃത്തി, ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ദൈവനാമം മഹത്വപ്പെടുന്നത്. അങ്ങനെ ഫിലോമോന്റെ ജീവിതത്തിൽ ആ നിലയിൽ അവന്റെ ജീവിതം കൊണ്ട് എല്ലായ്പ്പോഴും പൗലോസിനെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രത്യേകത, 4ാമത് നമുക്ക് ഫിലോമോനിൽ കാണുവാനായിട്ട് കഴിയുന്ന പ്രത്യേകത എന്നുള്ളത് 7ാമത്തെ വാക്യം: സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു സ്വഭാവം ആർക്കുണ്ടായിരുന്നു? ഫിലോമോന് ഉണ്ടായി. ഇത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു വസ്തുത. ഒരു ദൈവസഭയ്ക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ആത്മീയരായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്താ? മറ്റുള്ളവരെ തണുപ്പിക്കുക. പലപ്പോഴും സംഭവിക്കുന്ന നേരെ മറിച്ച് എന്താ ചെയ്യാറുള്ളത്? ഒരു ചെറിയൊരു പ്രയാസം വന്നു, ചെറിയൊരു പ്രശ്നം വന്നു, എന്ത് ചെയ്യും? ഒരാളോട് പറഞ്ഞ് എന്ത് ചെയ്യും? ചൂട് പിടിപ്പിക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. ആ ചൂട് പിടിപ്പിക്കുന്ന അനുഭവം പലപ്പോഴും എന്തായിത്തീരും? നേരത്തെ ഓർത്തതുപോലെ 2-3 കഷണമാകാനും, പരസ്പരം തമ്മിലടിക്കാനും, പരസ്പരം പോർവിളിക്കുവാനും, പിശാചിക തന്ത്രങ്ങളിൽ കുടുങ്ങുവാനും, ഭിന്നതയുടെ ആത്മാവ് വ്യാപരിക്കുവാനും ഇടയാകും. എന്നാൽ ഇവിടെ ഈ സഹോദരനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ വീട്ടിലെ സഭ അല്ലെങ്കിൽ കൊലോസ്യ പട്ടണത്തിലുള്ള ആ സഭയ്ക്ക് വളരെ ഉന്നതമായിരിക്കുന്ന അനുഗ്രഹം ലഭിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, അനവധി വ്യക്തിയുതങ്ങൾ ആ വീടുകളിൽ കയറിയിറങ്ങുന്നുണ്ട്. ഓരോ ദിവസവും കൂട്ടായ്മ ഇന്നത്തെ പോലെ വിരലിൽ പരിമിതപ്പെടുത്തിയ ബുധനാഴ്ചയൊന്ന് വെള്ളിയാഴ്ചയൊന്ന് ആദ്യയിലായിരുന്നില്ല ആദിമസഭ. ഇടതളമില്ലാതെ അനുദിനം നിത്യേന കൂടി വന്നിരുന്ന ആ സഭയിൽ അനവധി നീറുന്ന ഹൃദയങ്ങൾക്ക് ഈ ഫിലമോൻ ഒരു ആശ്വാസ കാരണമായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുകയാണ് പൗലോസ്, ആ നിലയിൽ നീ മറ്റുള്ള ഹൃദയം തണുപ്പിക്കുന്ന നിമിത്തം കാരാഗ്രഹത്തിന്റെ ഇരുമ്പറയിൽ താൻ കിടക്കുമ്പോഴും താൻ പറയുന്നത് എന്താ? എനിക്ക് വളരെ സന്തോഷമുണ്ടായത് കേട്ടപ്പോൾ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി. നീ അവിടെ ഇരുന്നു കൊണ്ട് അനവധി ആളുകളെ എന്ത് ചെയ്യാണ്? തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ അനവധി ആളുകൾക്ക് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ വീട് അത് തുറക്കപ്പെട്ടത് കൊണ്ട് അനവധി ആളുകൾ അവിടെ വന്ന് ആശ്വാസം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള അനുഗ്രഹീതനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. അനീഷ് സഹോദരന്റെ ഭവനത്തിൽ ഒരിക്കൽ കോട്ടയം മീറ്റിംഗ് നടത്തിയപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വലിയൊരു വിവരണത്തിന് കടന്നു പോകുന്നില്ല. അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒനേസിഫോറസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ചിലരുടെ മനസ്സിലേക്ക് ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിൽ വന്ന് കാണുന്നത് വിശ്വസിക്കുന്നു. ആ ഒനേസിഫോറസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും അവിടെ ആസിയുള്ള പല വ്യക്തികൾക്കും താന് ഒരു ഉത്തേജനമായിരുന്നു. അവിടെ തന്നെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗമുണ്ട്. എന്താണ്? തിമോഥെയോസിന്റെ ലേഖനം 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ആ വ്യക്തിയുടെ ജീവിതവും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനും കഴിയുന്നത് താനൊരു അനുഗ്രഹമായിരുന്നു, താനൊരു തണുപ്പായിരുന്നു, താനൊരു ആശ്വാസമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ ചൂട് പിടിപ്പിക്കുന്ന അനുഭവമല്ല. പ്രശ്നങ്ങളെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, സഭാബന്ധത്തിൽ ആശ്വസിപ്പിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഫിലമോന്റെ പ്രത്യേകത 19-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ, ആ ഭാഗം ഒന്ന് വായിക്കട്ടെ. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. കാരണം ഒനേസിമോസിനെ ഒരു കള്ളനാണ് അവനൊരു അടിമയാണ്. അവനെ സുവിശേഷ നിമിത്തം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്ത് ചെയ്യാണ്? തിരികെ പൗലോസ് ഫിലമോന്റെ വീട്ടിലേക്ക് അയക്കുക. അപ്പൊ അവനെ നീ കൈക്കൊള്ളണം, അവൻ എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞതിന് ശേഷം, കാരണം ഈ ഫിലമോനും താനും തമ്മിലുള്ള ഹൃദ്യമായിരിക്കുന്ന ബന്ധത്തിന്റെ ഊഷ്മളതയെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ പൗലോസ് ചെയ്യുന്നത്. അപ്പൊ പറയുകയാണ്, എന്താ പറയുന്നത്? നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫിലമോന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്നുള്ളതാണ് ആ വാക്യം വെളിപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ നിലയിലുള്ള ആത്മാർത്ഥമായിരിക്കുന്ന ദൈവസ്നേഹം നിറഞ്ഞു വരണം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി, ഇവിടെ പൗലോസിന് വേണ്ടി ഫിലമോൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത പൗലോസ് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത്. നമ്മിൽ നിന്നും ഇതുണ്ടാകണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഭയുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അവരുടെ കഷ്ടതയിൽ പങ്കുചേരുവാനും, അവരെ വേദനകളെ അവരെ ആശ്വസിപ്പിക്കുവാനും, അതോടൊപ്പം തന്നെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അവരെ ബലപ്പെടുത്തുവാനും ഒക്കെ കഴിയണം. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ പരസ്പര സ്നേഹബന്ധത്തിന്റെ കടപ്പാട് അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയുക. പൗലോസ് പറയാ, നീ നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് നൽകുവാനായി നിനക്ക് കടപ്പാടുണ്ട്, നീ കടപ്പെട്ടിരിക്കുന്നവനാണ്. അപ്പോൾ ആത്മസമർപ്പണമുള്ള എന്നോട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാനായി തന്നെ തന്നെ
ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയായിട്ടാണ് ഫിലേമോനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് അത് വേണ്ടുന്ന നിലയിൽ രുചിച്ചറിഞ്ഞ് തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ താനത് പറയുകയാണ്. അല്ലയോ ഫിലേമോനെ, നിന്റെ ജീവൻ നിനക്കുള്ളത് മുഴുവൻ എനിക്ക് നൽകുവാനായി നീ കടപ്പാടുള്ളവനാണ്. അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, മറ്റുള്ളൊരാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. നീ സമർപ്പിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ടും ദൈവനാമം മഹത്വപ്പെടുവാൻ മറ്റുള്ളവരെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകണം. ഒടുവിലായിട്ട് ഫിലേമോന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് 21-ാമത്തെ വാക്യം. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അനുസരണ മനോഭാവം ആർക്കുണ്ടായിരുന്നു? ഫിലേമോനെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ആത്മീക തലത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദുഃഖകരം പറയേണ്ട ഒരു വസ്തുതയാണ് ഈ കാര്യം. എന്താ? അനുസരണ മനോഭാവം എന്നുള്ളത്. ദൈവദാസന്മാർക്ക് മുൻപാകെ കീഴ്പ്പെടുവാൻ കഴിയാത്ത, ദൈവവചനത്തിന് മുൻപാകെ കീഴ്പ്പെടുവാൻ കഴിയാത്ത, ദൈവസന്നിധിയോട് വിധേയത്വമില്ലാത്ത, അനുസരണമില്ലാത്ത ജീവിത അനുഭവങ്ങളാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ സഭ ഞാനിങ്ങനെ ചിന്തിച്ചു, അല്ലയോ ദൈവമേ, കൊലോസ്യ സഭ ഇത്രമാത്രം അനുകരിക്കപ്പെട്ട നിലയിൽ ഇന്നും ഞങ്ങൾക്ക് പഠിക്കത്തക്ക നിലയിൽ മുഖാന്തരമായി തീർന്നതിന്റെ പിന്നിൽ അവർ ദൈവത്തെ ഭയപ്പെടുന്നവരും അനുസരിക്കുന്നവരുമായിരുന്നു. മറ്റുള്ളവരെ മുൻപാകെ അവർ കീഴ്പ്പെടുന്നവരായിരുന്നു. ദൈവനാമ മഹത്വം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആ സുവിശേഷത്തിന്റെ ഫലം അവർ ചുറ്റുപാടുകളിൽ വ്യാപരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി അവർ ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് ആ സഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നു. ഫിലേമോനെ പോലുള്ള ചില വ്യക്തി ജീവിതങ്ങൾ ആ സഭയിൽ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. യാഥാർത്ഥ്യമായിട്ട് വ്യക്തമായിട്ട് തെളിവില്ല എങ്കിലും ചരിത്രം പറയുന്നത് ഈ ഫിലേമോൻ ആ സ്ഥലസഭയുടെ ബിഷപ്പായി അല്ലെങ്കിൽ എൽഡറായി തീർന്നു എന്നാണ്. താൻ ആ സഭയുടെ ഒരു പരിപാലകനായി തീർന്നു. തന്റെ മകൻ ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനായി മാറി എന്നാണ് പറയുന്നത്. ആ കുടുംബത്തെ ദൈവം മാനിച്ചു, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ കുടുംബത്തിലൂടെ കൊലോസ്യ മുഴുവനും തന്റെ സ്വാധീന മണ്ഡലങ്ങൾ മുഴുവനും തന്റെ സമ്പന്നനായിരുന്നുകൊണ്ട് തനിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. മറ്റുള്ളവരാൽ ബഹുമാനിതനായിരുന്ന വ്യക്തിയായിരുന്നു ഈ ഫിലേമോൻ. ആ ഫിലേമോനിലൂടെ കൊലോസ്യയിൽ സുവിശേഷം വളരെ ശക്തിയായിട്ട് വ്യാപിച്ചു എന്നാണ് സഭയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മിലൂടെ ദൈവം ഇന്ന് പകലിലാണ് ആഗ്രഹിക്കുന്നത്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഭയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വ്യക്തിത്വങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഭവനത്തെ നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മുടെ മനസ്സിനെ നമുക്ക് തുറന്നു കൊടുക്കാം. എന്തിനു വേണ്ടി? നമുക്ക് കർത്താവിന് വേണ്ടി പ്രേരണയുള്ളവരായി നിൽക്കാം. അവൻ ദൈവസ്നേഹത്തിന് നിറയപ്പെട്ടവനായിരുന്നു. മറ്റൊന്ന്, അവന്റെ ഭവനം മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നതായിരുന്നു. ദൈവം കർത്താവിന് വേണ്ടി തുറന്നതായിരുന്നു. പിന്നെയോ നമ്മൾ കണ്ടതെന്താ? അവനെ ഓർത്ത് പൗലോസ് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അവനെ കുറിച്ച് നല്ല കേൾവി മറ്റുള്ളവർക്ക് അവൻ നൽകിക്കൊണ്ടേയിരുന്നു. പിന്നെ മറ്റുള്ളവരുടെ ഹൃദയത്തെ അവൻ തണുപ്പിക്കുന്നവനായിരുന്നു. പിന്നെ നമ്മൾ കണ്ടതെന്തായിരുന്നു? തന്റെ ജീവിതം ആത്മസമർപ്പണമുള്ള ഒരു ജീവിതമായിരുന്നു. ഒടുവിലായി നമ്മൾ ചിന്തിച്ചത് എന്താ? അവൻ അനുസരണ മനോഭാവമുള്ളവരായിരുന്നു. നമ്മിൽ ഈ ചിന്ത വളരുവാനിടയാകട്ടെ. നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകട്ടെ. സുവിശേഷത്തിന്റെ അഭിവൃദ്ധി വ്യക്തി ജീവിതങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സഭയുടെ വളർച്ച ആരംഭിക്കേണ്ടുന്നത് എവിടാണെന്നറിയാമോ? വ്യക്തികളിലാണ് സഭയുടെ വളർച്ച ആരംഭിക്കേണ്ടത്. ഞാൻ ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സഭ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭ ഉണർത്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സഭയിലെ വ്യക്തികൾ എന്ത് ചെയ്യുന്നു? ഉണർത്തപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ നിലയിൽ നമ്മൾ ഓരോരുത്തരും ഉണർത്തപ്പെട്ടവരായി ഈ നിലയിൽ മാതൃക നമുക്ക് മുൻപേ ജീവിച്ച് കാണിച്ചവരെ പിൻപറ്റിക്കൊണ്ട് കാഴ്ച കൊണ്ട് എടുത്തു വെക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പുനർനാമം എന്നതിലേക്കും വാഴ്ത്തപ്പെടുന്നു.